ഇടക്കൊച്ചി ജ്ഞാനോദയം പബ്ലിക് സ്കൂളിന്റെ 29ാം വാർഷികാഘോഷം അതിഗംഭീരമായി കൊണ്ടാടി. സിനി ആർട്ടിസ്റ്റ് അനന്തകൃഷ്ണനും ശരണ്യ നന്ദകുമാറും മുഖ്യാതിഥികളായി. വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ ചെയർമാനും ജ്ഞാനോദയം സഭ പ്രസിഡന്റുമായ MR ശിവജിയുടെ അധ്യക്ഷതയിൽ ഇടക്കൊച്ചി ജ്ഞാനോദയം പബ്ലിക് സ്കൂളിന്റെ 29ാം വാർഷികം ആഘോഷിച്ചു. ഈ സ്കൂൾ പ്രവർത്തിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്. അത് നഗരത്തിൻ്റെ ഇങ്ങേയറ്റത്ത്, എറണാകുളം ജില്ലയുടെ ഈ തെക്കേയറ്റത്ത് പല പോരായ്മകളും പല പരാധീനതകളും ഉള്ള ഒരു പ്രദേശത്ത് താമസിക്കുന്ന ഇവിടുത്തെ പാവപ്പെട്ടവരായ ആളുകൾക്കെല്ലാം CBSE വിദ്യാഭ്യാസം വളരെ ചുരുങ്ങിയ ചെലവിൽ നല്ല വിദ്യാഭ്യാസം നൽകുക എന്ന വലിയ ലക്ഷ്യമാണ്. സിനി ആർട്ടിസ്റ്റ് അനന്തകൃഷ്ണനും അദ്ദേഹത്തിന്റെ ഭാര്യയും യൂട്യൂബർ വ്ളോഗറുമായ ശരണ്യ നന്ദകുമാറും മുഖ്യാതിഥികളായി. ഉള്ളിലെ കഴിവുകൾ ഞാൻ ആദ്യമായിട്ട് പ്രദർശിപ്പിച്ചത് ഇവിടുത്തെ വേദികളിലാണ്. ഞാൻ ഒരു 4ാം ക്ലാസ് വരെയൊക്കെ ഒത്തിരി ഇൻട്രോവേർട്ടായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള എല്ലാവരും ക്ലാസ്മേറ്റ്സൊക്കെ പ്രൈസൊക്കെ ഈ വേദിയിൽ നിന്ന് വാങ്ങുമ്പോൾ നോക്കി നിന്നിട്ടുണ്ട്. മോണാക്ട് പോലെ ചെയ്ത് കാണിക്കുമ്പോൾ അച്ഛൻ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ തിരുത്തി തരുന്നു. എടാ അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ മതി, ഇത്ര ബോഡി അനങ്ങണ്ട. അപ്പം ഞാൻ ഇതുവരെ കലാപരമായിട്ട് ഒരു കാര്യത്തിലും ഞാൻ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ അന്ന് ആദ്യമായിട്ട് ഞാനിവിടെ മോണാക്റ്റിൽ പങ്കെടുത്തു. എൻ്റെ ഭാഗ്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെ കിട്ടി. ആ ഒരു സ്കൂളിൽ തന്നെ ഇങ്ങനെ ഒരു ഗസ്റ്റായിട്ട് വരാൻ പറ്റിയതിൽ ഐ ഫീൽ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ലൈഫ് സ്റ്റൈൽ ബ്ലോഗറാണ്. 6 years ആയി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. പണ്ടൊക്കെ ആരെങ്കിലും വന്ന് ചോദിക്കാൻ നേരത്ത് എന്താ പ്രൊഫഷൻ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട് യൂട്യൂബറാണ്. അപ്പം തിരിച്ചു കിട്ടുന്നൊരു ആൻസർ യൂട്യൂബറോ അതെന്താന്നാട്ടോ ചോദിക്കണത്. കാരണം ആ സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. പിന്നെ എൻ്റെ ഈ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ അന്ന് എൻ്റെ ബോയ് ഫ്രണ്ട്, എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ എൻ്റെ ഫാമിലിയും തന്ന സപ്പോർട്ട് ഭയങ്കര വലുതായിരുന്നു കേട്ടോ. അഗ്നാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ ശിവരാജ് KS മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ അരുന്ധതി PR ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂൾ ഹെഡ് ബോയ് മാസ്റ്റർ സ്റ്റീവൻ യേശുദാസ് സ്വാഗതവും കുമാരി മീനാക്ഷി KB നന്ദിയും പറഞ്ഞു. സീനിയർ പ്രിൻസിപ്പൽ ആശ R, കൗൺസിലർമാരായ ജീജ ടെൻസൻ, അഭിലാഷ് തോപ്പിൽ, PTA പ്രസിഡന്റ് ബിജോഷ് കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ജ്ഞാനോദയ സഭ ഒരു സ്കൂള് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനോദയ സഭ എന്തെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആരംഭിക്കുമ്പോൾ ഒരിക്കലും ഒരു ലാഭം പ്രതീക്ഷിച്ചല്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുന്നത്. പലപ്പോഴും ചെയ്ത കാര്യങ്ങൾ പലതും നഷ്ടം സംഭവിച്ചു പോയിട്ടുണ്ട്. ആ നഷ്ടം സംഭവിച്ച് അത് നിർത്തേണ്ട സാഹചര്യം വന്ന് കഴിയുമ്പോൾ സ്വന്തം കയ്യിൽ നിന്ന് പണം എടുത്തുകൊണ്ട് അതിനെ എങ്ങനെയെങ്കിലും നിലനിർത്തുവാനായിട്ടൊരു ശ്രമം നടത്തും. ഇന്ന് നമുക്കറിയാം, ഇടക്കൊച്ചി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇരിക്കുന്ന സ്ഥലം ജ്ഞാനോദയ സഭയാണ് വിട്ടുകൊടുത്തത്. ശിവചേട്ടൻ പറഞ്ഞു, ഒരു സമയം ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുവാനായിട്ട് സാഹചര്യമില്ല, സ്കൂളുകളില്ല. ആ സമയങ്ങളിൽ പോലും മുൻകൈ എടുത്തുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, നല്ല അറിവ് പകർന്നു കൊടുക്കണമെന്നുള്ള അടിസ്ഥാനത്തിലാണ് ആ സ്ഥലം സർക്കാരിന് വേണ്ടി കൊടുത്തത്. പിന്നീടാണ് ജ്ഞാനോദയം പബ്ലിക് സ്കൂൾ തുടങ്ങിയത്. ഓരോ വർഷവും നമുക്കറിയാം മികച്ച രീതിയിൽ ഏറ്റവും നല്ല കുട്ടികളെ വാർത്തെടുക്കുവാനായിട്ട് ഉതകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും കാര്യങ്ങളുമാണ് സ്കൂളിൽ നടക്കുന്നത്. AISSC പരീക്ഷയിൽ സ്കൂൾ ടോപ്പറായ ഹരിത ഹരീഷിനെയും ഓരോ ക്ലാസ്സിലെയും ക്ലാസ് ടോപ്പേഴ്സായ കുട്ടികളെയും ചടങ്ങിൽ ആദരിച്ചു. സെന്റ് റീത്ത സ്കൂൾ ഫുട്ബോൾ ടൂർണമെന്റിൽ 1ാമതെത്തിയ ആൺകുട്ടികൾക്കും 2ാമതെത്തിയ പെൺകുട്ടികൾക്കും ചടങ്ങിൽ ട്രോഫികൾ നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. തറവാട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിയ കട ഇത് തന്നെ. ഇനി ഒന്നും നോക്കണ്ട, കണ്ണടച്ചു വാങ്ങിച്ചോ. ഏത് ഐറ്റത്തിനും ഞാൻ ഗ്യാരണ്ടി. ചേന്നാട്, തലമുറകൾ കൈമാറുന്ന വിശ്വാസം. ചേന്നാട് ഇലക്ട്രിക്കൽസ്, തോപ്പുംപടി, കൊച്ചിൻ 5.